ചുവപ്പ് നാടയിൽ ഒടുങ്ങിയ മനുഷ്യജീവൻ. മണ്ണിനടിയിലായി മരിച്ച മനുഷ്യർ നിരപരാധികൾ. ചുവപ്പ് നാട ഒടുവിൽ നിരപരാധികളുടെ ജീവനെടുത്ത ദുരന്തമായി മാറി. വയനാട് വീണ്ടും ദുരന്ത ഭൂമിയായി തീർന്നു. പക്ഷെ ഇത് മനുഷ്യൻ വരുത്തി വെച്ചതാണ്. ഈ മനുഷ്യനിർമ്മിത ദുരന്തത്തിൽ റെഡ് ടോപ്പിസം എപ്പോഴും വില്ലനാകുന്നു. കള്ളാടിയിൽ മനുഷ്യജീവനുകൾ മണ്ണിനടിയിലാവുകയും നാട് വൻ ദുരന്തത്തിലാവുകയും ചെയ്തപ്പോൾ പുറത്തു വരുന്നത് സർക്കാർ തലത്തിലെ ഉദ്യോഗസ്ഥ അനാസ്ഥയുടെയും കോർപ്പറേറ്റ് കമ്പനിയുടെയും ലാഭക്കൊതിയുടെയും ഒക്കെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. ദുരന്തമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് സ്പെഷ്യൽ സെക്രട്ടറി കൃത്യമായി മുന്നറിയിപ്പ് നൽകിയിട്ടും ചുവപ്പ് നാടയിൽ കുടുങ്ങി തീരുമാനങ്ങൾ വൈകിയതാണ് മേപ്പാടിയെ കണ്ണീരിലാഴ്ത്തിയത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതേസമയം ദുരന്തമുഖത്ത് സ്വന്തം ജീവനക്കാരെ തിരയുന്നതിനേക്കാൾ ഓഹരി വിപണിയിലെ തകർച്ച ഒഴിവാക്കാൻ ബോംബെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ അവർക്ക് വിശദീകരണം നൽകാനാണ് കരാർ കമ്പനിയായിട്ടുള്ള ദിലീപ് ബിൽഡ്കോൺ ലിമിറ്റഡ് തിടുക്കം കാട്ടിയത് എന്ന് കൂടി അറിയേണ്ടിയിരിക്കുന്നു. കള്ളാടിയിൽ ഉണ്ടായിട്ടുള്ള അപകടം അപ്രതീക്ഷിതമല്ലായിരുന്നു എന്നതിന് വ്യക്തമായ തെളിവാണ് ജൂൺ 25-ന് ചേർന്ന ഉന്നതതല യോഗത്തിലെ തീരുമാനങ്ങൾ. പൊതുമരാമത്ത് വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി അദീല അബ്ദുള്ളയുടെ നേതൃത്വത്തിൽ ചേർന്ന അടിയന്തര യോഗത്തിൽ പദ്ധതി പ്രദേശത്ത് ഭീമാകാരമായിട്ടുള്ള അളവിൽ മണ്ണ് കൂട്ടിയിടുന്നത് മഴക്കാലത്ത് മണ്ണൊലിപ്പിനും ഭൂമിയുടെ ചരിവ് വ്യതിയാനത്തിനും സോയിൽ പൈപ്പിംഗ് പോലുള്ള വൻ അപകടങ്ങൾക്കും കാരണമാകുമെന്ന് കൃത്യമായിട്ട് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഏകദേശം 1 ലക്ഷം ക്യൂബിക് മീറ്റർ മണ്ണ് താൽക്കാലികമായിട്ട് സൂക്ഷിക്കുവാൻ സ്ഥലമില്ലെന്നും ഇതിനായിട്ട് വാടക നൽകാൻ തയ്യാറാണെന്നും കൊങ്കൺ റെയിൽവേ അറിയിച്ചിരുന്നു. തുടർന്ന് മണ്ണ് നീക്കാൻ അനുയോജ്യമായിട്ടുള്ള സ്ഥലം കണ്ടെത്താൻ ജില്ലാ ഭരണകൂടത്തിന് നിർദ്ദേശം നൽകുകയും ചെയ്തു. എന്നാൽ മണ്ണ് പുറത്തേക്ക് കൊണ്ടുപോകുമ്പോഴുള്ള റോയൽറ്റി ഫീസ് ഒഴിവാക്കുന്നത് ഉൾപ്പെടെയുള്ള സാങ്കേതിക ചർച്ചകളിൽ ഉടക്കി ഈ തുടർ നടപടികൾ ഉദ്യോഗസ്ഥ തലത്തിൽ വൈകുകയായിരുന്നു. അപ്പോൾ ഈ ചുവപ്പ് നാടയാണ് ഒടുവിൽ നിരപരാധികളുടെ ജീവനെടുത്ത ദുരന്തമായിട്ട് മാറിയിരിക്കുന്നത്. ഇതിനു പുറമെ പ്രതിദിന മഴയുടെ അളവ് 250 മില്ലി ലിറ്ററിൽ കൂടുതലായാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായിട്ടും നിർത്തിവെക്കണമെന്നും അതിശക്തമായിട്ടുള്ള മഴയുണ്ടായാൽ താഴെ ഈ മീനാക്ഷി പാലത്തിന് സമീപം താമസിക്കുന്ന കുടുംബങ്ങളെ കമ്പനിയുടെ ചെലവിൽ അടിയന്തരമായിട്ട് മാറ്റിപ്പാർപ്പിക്കണമെന്നും ജൂൺ 25-ലെ യോഗത്തിൽ തീരുമാനിച്ചിരുന്നു. വയനാട്ടിൽ 24 മണിക്കൂറിൽ 265 മില്ലി ലിറ്റർ കനത്ത മഴ പെയ്തിട്ടും ഈ കുടുംബങ്ങളെ സുരക്ഷിതമായിട്ടുള്ള സ്ഥാനങ്ങളിലേക്ക് മാറ്റാൻ ജില്ലാ ഭരണകൂടമോ തദ്ദേശ സ്ഥാപനങ്ങളോ തയ്യാറായില്ല. ജീവനേക്കാൾ വലുത് ഓഹരി വിലയാണ്. എക്സ്ചേഞ്ചുകൾക്ക് മുന്നിൽ ഈ കൈകൂപ്പി കമ്പനി മേപ്പാടിയിൽ നിർമ്മാണത്തിലിരിക്കുന്ന ആനക്കാംപൊയ്കയിൽ കള്ളാടി തുരങ്കപാതയുടെ പ്രധാന നിർമ്മാണ ചുമതലയുള്ള ഭോപ്പാൽ ആസ്ഥാനമായിട്ടുള്ള ദിലീപ് ബിൽഡ്കോൺ ലിമിറ്റഡ് എന്ന കമ്പനിയുടെ നടപടികൾ അത് കടുത്ത പ്രതിഷേധത്തിനിടയാക്കുകയാണ്. കാരണം എന്താണ്? ഇവിടുത്തെ മനുഷ്യരുടെ ജീവനേക്കാൾ വലുതാണ് അവരുടെ ഓഹരി വില. അത് കൂടുകയും കുറയുകയും ചെയ്യുന്നതിനനുസൃതമായിട്ടുള്ള കമ്പനിയുടെ ലാഭനഷ്ട കണക്കുകളിലാണ് ഇന്നലെ ഈ അപകടം നടക്കുമ്പോഴും ദുരന്തം നടക്കുമ്പോഴും അവരുടെ കണ്ണ് എന്ന് പറയപ്പെടുന്നത്.